ദാസേട്ടൻ 55 സ്ത്രീകൾ ദാസേട്ടൻ കാരണം രക്ഷപ്പെട്ടു എന്നൊരു ഇത് കണ്ടു ഞാൻ. എങ്ങനെ രക്ഷപ്പെട്ടു? 55 35 ഞാൻ പറഞ്ഞത്. ചാനലിന്റെ ആൾക്കാർ 55 എഴുതിയായിരിക്കും എനിക്കറിയാം. അതായത് എന്റെ കൂടെ റീൽസ് ചെയ്ത ആൾക്കാരാണ് അവരൊക്കെ. അവർക്കൊക്കെ അത്യാവശ്യം റീച്ചും കാര്യങ്ങളും ഫോളോവേഴ്സും കൂടി അവർക്ക് അറിയപ്പെടാൻ സാധിച്ചു. അതൊരു രക്ഷപ്പെടലല്ലേ. ഫോളോവേഴ്സ് കൂടി അവരെ നാട്ടിൽ ദാസേട്ടൻ കോഴിക്കോട് റീൽ ചെയ്ത ആളല്ലേ എന്ന് അവരോട് ചോദിക്കാറുണ്ട് ആൾക്കാർ. അവർക്ക് എന്താ പുതിയ വർക്കൊക്കെ കിട്ടാൻ തുടങ്ങിയോ? പിന്നെ അവർ ഈ 35 ആളെ കാര്യങ്ങൾ ഡെയിലി ചെയ്ഞ്ഞു നോക്കുന്നൊന്നുമില്ല ഞാൻ. എന്നെ കോണ്ടാക്ടിലെ ആൾക്കാർ മെയിൻ ആയിട്ട് അത്യാവശ്യം നന്നായി രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറയോ? രേണുസുതി അല്ലാതെ പിന്നെ ശ്രീലക്ഷ്മി. അവൾ അത്യാവശ്യം എന്താ പറയാ റീച്ചും കാര്യങ്ങളും ഫോട്ടോഷൂട്ടും സിനിമയ്ക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. സിനിമ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരാൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് എന്റെ റീലിൽ കൂടെ അവരെ ആൾക്കാർ ശ്രദ്ധിക്കല്ലോ. ശ്രദ്ധിച്ച് കഴിയുമ്പോൾ അവരുടെ ഡയറക്ടേഴ്സ് ബാക്കിയുള്ളവർ അവരെ കോൺടാക്ട് ചെയ്യും. അപ്പൊ അവർ ദാസേട്ടൻ കോഴിക്കോട് റീൽ ചെയ്ത കുട്ടിയല്ലേ എന്നെ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട്. അങ്ങനെ തന്നെ കിട്ടിയതാണ്. അങ്ങനെ തന്നെ ദാസേട്ടൻ കോഴിക്കോട് റീൽ ചെയ്ത കുട്ടിയല്ല, ഞാൻ റീല് കണ്ടിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവർക്ക് കുറെ വർക്ക് വരുന്നു. വർക്ക് മീൻസ് സിനിമ മാത്രമല്ല കേട്ടോ പറയുന്നത്, ആൽബംസ് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഇവരെ എപ്പോഴെങ്കിലും കാണുക കോൺടാക്ട് ചെയ്യുമ്പോൾ ദാസേട്ട അന്ന് നമ്മൾ ചെയ്ത റീല് ഇങ്ങനെ ഒന്നൊരാൾ കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഒന്നുകൊണ്ട് അവസരം കിട്ടി പറയാറുണ്ട്. അത് എനിക്കൊരു അഭിമാനല്ലേ. സ്ത്രീകൾ മാത്രമല്ല, എന്നോട് കുറെ അഭിനയിച്ച പയ്യന്മാര് കുറെ ചെക്കന്മാരുണ്ട്. അവരൊക്കെ കുറെ സിനിമകളിൽ വേഷം ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് കുറെ പരിപാടികളൊക്കെ ചെയ്ത കുറെ കുട്ടികളുണ്ട്. ഡയറക്റ്റ് എന്റെ ആൺകുട്ടികള് അതുപോലെ തന്നെ നമ്മളെ റീലെടുത്ത ക്യാമറമാർക്ക് സിനിമ ചെയ്ത ആൾക്കാരുണ്ട്. പിന്നെ രമേഷ് നന്ദി എന്ന് പറഞ്ഞ ക്യാമറ ഉണ്ട് ചെയ്തത്, ലൈം ലൈറ്റ് പിക്ചേഴ്സ്. പുള്ളി ഇപ്പൊ ഡയറക്ടറാ. പുള്ളി ധ്യാനം വെച്ചൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ ഞാനും അഭിനയിക്കുന്നില്ല പടത്തില്. പുള്ളീന്റെ വൈഫാണ് നീരജ, അറിയാറിയില്ല, ആക്ട്രസ്, തമിഴ് ആക്ടർ നീരജ. അപ്പൊ പുള്ളിയൊക്കെ അങ്ങനെ എന്റെ റീൽ ആദ്യം എടുത്തു തന്നിട്ടുണ്ട്. പിന്നെ പുള്ളി സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അഭിമാനമാണ്. നമ്മളിവിടെ റീൽസ് എടുത്ത ആള്, നമ്മളോട് അഭിനയിച്ച ആൾക്കാരെ കുറിച്ച് മേലോട്ട് നമുക്ക് വലിയ അഭിമാനമാണ്. അത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. അതാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞത്. പിന്നെ നിങ്ങൾ എന്ത് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ചത്? പക്ഷെ രക്ഷപ്പെട്ടെന്ന് പറയുമ്പോഴേ അത് നമുക്ക് അഭിമാനല്ലേ. എന്റെ കൂടെ വന്ന ഒരാള് അഭിനയിച്ച രക്ഷപ്പെട്ടു എന്നൊന്നും പറയാൻ മാത്രായോ? എനിക്ക് എന്നെ സംബന്ധിച്ച് എന്റെ കൂടെ അഭിനയിച്ച റീല് കണ്ട് ഒരാളെങ്കിലും അവർക്ക് ഒരു ആൽബത്തിനോ ഷോർട്ട് ഫിലിം അവസരം കൊടുത്താൽ രക്ഷപ്പെട്ടത് തന്നെയാണത്. അതെന്താ പറയുന്നത്? ഒരു ചുവട് എങ്ങനെയായാലും ഒരു ചൂടെ എല്ലാവരും കാലത്തിനനുസരിച്ച് ഒന്ന് മുന്നോട്ട് പോകും. ഞാൻ പറയട്ടെ അതിനൊരു കാരണം ദാസേട്ടൻ തന്നെയാണ് എന്ന് പറയുന്നത്. അത് പറഞ്ഞിട്ടുണ്ട് ദാസേട്ടന്റെ കൂടെ റീല് ചെയ്ത ശേഷം തന്നെ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് പൊതുവെ ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ കൂടി ഒരു ആർട്ടിസ്റ്റ് നന്നായി വർക്ക് ചെയ്യുന്ന അവർക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് വരും. കഴിവ് കൂടി വേണം. അല്ലാതെ ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുടെ കൂടെ റീല് ചെയ്തു എന്ന കാരണം കൊണ്ട് മാത്രം എന്റെ കൂടെ റീല് ചെയ്ത കുട്ടികൾ എന്നോട് പറഞ്ഞു നമ്മളെ റീല് കണ്ടിട്ട് അവസരം കിട്ടിയെന്ന് പറഞ്ഞാൽ 35 പേരും ദാസേട്ടനോട് ഇത് പറഞ്ഞു. 35 പേരിൽ പകുതിയോളം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ റീല് ചെയ്യുന്ന കുട്ടികൾ ഈ നമ്മളെ കേരളത്തിന്റെ ദൂരെയുള്ള ആൾക്കാരൊന്നല്ല, നമ്മളെ കോഴിക്കോട് കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ റീല് കണ്ടിട്ട് എനിക്ക് ഇങ്ങനെ അവസരം വന്നിട്ടു. സിനിമയാവണമെന്നില്ല, പിന്നെന്താ ഇപ്പൊ എന്താണത്? അതിന് തെറ്റൊന്നുമില്ല. ഇപ്പൊ എന്റെ കൂടെ റീല് ചെയ്യുന്ന കുട്ടികളെ നോക്കുന്ന ആൾക്കാരുണ്ടാവും ചില സമയത്ത്. ഡയറക്ടേഴ്സ് ആരുണ്ടാ ഉദ്യോഗത്തിന് കൂടെ വന്ന പുതിയ എന്റെ റീല് മിനിമം ഒരു 50,000 ആൾക്കാർ മിനിമം കാണാറുണ്ട്. അപ്പൊ എത്ര ആൾക്കാരടുത്ത് എത്തുമല്ലോ. ഈ 50,000 ആൾക്കാർ സാധാരണക്കാരാവണമെന്നില്ല, സിനിമേന്റെ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവര് കാണും. ഞാൻ ചോദിക്കട്ടെ ദാസേട്ടൻ ഒരു സംശയം ചോദിക്കണേ. ഈ ലാലേട്ടന്റെ കൂടെ പടത്തിൽ അഭിനയിച്ച് ലാലേട്ടന്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെ ഒക്കെ സിനിമയിൽ അഭിനയിച്ച് ഒരു പടത്തിലോ അല്ലെങ്കിൽ 2 പടത്തിലോ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് പോലും ഇത്ര റീച്ച് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ദാസേട്ടൻ പറയുന്നത് അതൊക്കെ നിങ്ങൾ ഇതിന്റെ ഞാൻ സംസാരിച്ചതിന്റെ അകത്ത് ഇങ്ങനെ ഉരുണ്ട് പോവാ. ഞാൻ പറഞ്ഞ ഒരു അടിസ്ഥാനം ഇല്ല. എന്റെ കൂടെ റീല് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ എവിടെയെങ്കിലും എത്തിപ്പോയാൽ ദാസേട്ടൻ അന്ന് നമ്മൾ ചെയ്ത റീലിന്റെ മുകളിൽ എന്നെ കണ്ടു വിളിച്ചത് പറഞ്ഞ സന്തോഷമുണ്ട്. അതൊരു 35 ആളെന്ന് പറയുമ്പോൾ ചിലപ്പോൾ 10-25 ആളുണ്ടാവും. 35 ആൾക്കാർ അഭിനയിച്ചതിന്റെ അർത്ഥം വേറെ ഒന്നും ദ്വയാർത്ഥം അതിലൊന്നും ഇല്ല. ഒരു സാധനം എന്നോട് കിട്ടണ കേക്ക്. അതെ, ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. എത്രയോ എത്രയോ കുട്ടികളുണ്ട്. അപ്പൊ എന്നോട് റീല് ചെയ്യാൻ ആഗ്രഹിച്ച് കുറെ ആൾക്കാർ കോൺടാക്ട് ചെയ്യാറുണ്ട്, പല ആൾക്കാരും. മനസ്സിലായില്ലേ? അപ്പൊ അവരുടെ ഫാമിലിയും അച്ഛനും അമ്മയും ഏട്ടനൊക്കെ വരും. ആ ക്യാമറമാനെ ഞാനും കൂട്ടി പോകും. എന്റെ കയ്യിൽ നിന്ന് പൈസ അല്ല, ചോറും ചായക്ക് ഞാൻ വാങ്ങി കൊടുക്കാൻ സന്തോഷം.